നമസ്കാരം. AK റൈഡർ 70 ചാനൽ. നമ്മുടെ ഒരു സ്വിഫ്റ്റ് കാറാണ്. റൈറ്റ് സൈഡിലെ ബ്രാക്ക് ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത് വിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ വെള്ളം ഇറങ്ങി ഇതിനകത്ത് നേരെ ഇതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിനകത്ത് നേരെ പച്ചയും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ കമ്പനിയിൽ നിന്ന് പുതിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഒറിജിനൽ ജെന്യൂൻ പാസ്സാണ്. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇളക്കാം. ബുള്ളറ്റുകളുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. എന്തായിരുന്നാലും താങ്കൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ സ്വിഫ്റ്റ് കാറിൻ്റെ മറ്റുള്ള കാറുകളുടെ വീഡിയോ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നമ്മളിടാം. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ഈ ഗ്ലാസ് എങ്ങനെ ഇളക്കാം, ഡൂം സെറ്റോട് കൂടി ഇളക്കിയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാണ് പുതിയത് നമ്മൾ ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ ഡിക്കി തുറക്കുക. ഇവിടെ 2 ബോൾട്ടുണ്ട്. ബോൾട്ട് 10-ാം നമ്പറാണ്. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമുക്കിതിനെ തുറക്കാം. പക്ഷേ നമുക്ക് ബോൾട്ട് ഇട്ട് നമ്മുടെ എക്സ് സ്പാനറോ അതേപോലെ T സ്പാനറോ ഇട്ട് തുറക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റാറിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താതെ ഇതിനെ സൂട്ടാവുന്നത്. അതുകൊണ്ട് 10-ാം നമ്പർ ബോൾട്ടാണ് ഇത് സൂട്ടാവുന്നത്. അതുകൊണ്ട് ഇതിട്ട് തന്നെയാണ് നമുക്ക് തുറക്കാറുള്ളത്. ഇതിനെ യൂസ് ചെയ്യാം. സ്വിഫ്റ്റിൻ്റെ ഓരോ പണികളും നമ്മൾ വീഡിയോയിൽ നമുക്ക് ചെയ്യാം. കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, നമ്മളത് ചെയ്യാം. ഇനി ഇവിടെ ഒരു ലോക്കുണ്ട്. ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് 2 ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ്സായി ഇരിക്കാൻ വേണ്ടി 2 ലോക്കാണ് ഇതിനകത്തുള്ളത്. അതിനെ നമുക്ക് ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് അതിനെ എടുക്കാം. ഇതിനെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതിനെ തൊന്നിയെടുക്കാം. കുറച്ച് ഹാർഡായിരിക്കും. അതുകൊണ്ട് വണ്ടിയുടെ പെയിൻറ്റ് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു വാഷിൻ്റെ ഒരു തുണിയുടെ കഷ്ണം എടുത്ത് വെച്ചിട്ട് പെയിൻറ്റിൻ്റെ ഈ സൈഡിൽ വെച്ചിട്ടാണ് എടുക്കാനുള്ളത്. വർക്ക്ഷോപ്പിലൊന്നും പോയി കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്തേ പറ്റും. ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്ക് ഇത് ഓപ്പണായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പണായിട്ട് വരും. നമ്മൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മളവരെ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇളവാൻ സാധ്യത ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ലോക്കുണ്ട്. ഇവിടുത്തെ ലോക്ക് നമ്മൾ റിമൂവ് ചെയ്തായിരുന്നു. ഇവിടെ ഒരു ലോക്കുണ്ട്. അത് ഇളക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. പക്ഷേ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി യൂസ് ചെയ്യാം. ഇതിന് ഫെവിക്വിക്ക് എന്തെങ്കിലും ഒട്ടിച്ചിട്ട് ഇത് വേണമെങ്കിൽ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അതിനകത്തുള്ള ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് നമ്മളിത് റീപ്ലേസ് ചെയ്യുന്നത് കേട്ടോ. പൊട്ടിയിരിക്കുന്നത് കൊണ്ട് ഇത് നമുക്കൊരു കാര്യം ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയെടുക്കാം. നമ്മളിതിൽ ശ്രദ്ധിക്കാമെന്നുള്ള ഒരു കാര്യം ഇതാണ്. ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ഇതിനകത്താണ് ഇതിൻ്റെ ക്ലിപ്പ് വരുന്നത്. ഇത് നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇത് നമ്മൾ സെറ്റോടെ ഇളവി വന്നു. നമുക്ക് ലോക്ക് ഇളക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇത് നമ്മൾ സെറ്റോടെ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ക്ലിപ്പിനെ ഇളക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പുതിയതാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോൾഡറൊന്നും അതിൽ കൂടെ ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹോൾഡറൊക്കെ നമ്മൾ ഇളക്കിയിട്ട് പഴയത് തന്നെ വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇളക്കി കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഇളക്കി ഇതും ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോ ഹോൾഡറായിട്ട് ഇളക്കാം. ഇത് നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെയാണ്. ഇതിനകത്ത് ഇളക്കി മാറ്റാം. രണ്ടാമത് ഇത് ഇൻഡിക്കേറ്ററിൻ്റെയാണ്. അത് നമ്മൾ ഇളക്കി. മൂന്നാമത് ഇത് പാർക്കിൻ്റെയാണ്. ഇത് നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും 3 ലൈറ്റും ഇതുപോലെ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും മാറിപ്പോകരുത്. അതിനുശേഷം നമുക്കിതിനെ ഇവിടെ ഒരു നിൽക്കാനുള്ള ഒരു ക്ലാമ്പുണ്ട്. അതിനെ പതുക്കെ ഇതിങ്ങനെ വളയ്ക്കുമ്പോഴത്തേക്ക് ഇത് സെറ്റോടെ ഇളകി വരും കേട്ടോ. നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. നമുക്ക് പുതിയത് നോക്കാം. എന്തായിരുന്നാലും നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ഇതിനകം വന്ന് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഈ ലോക്ക് ഇവിടെയും കയറും. ഈ വരുന്ന ലോക്ക് ഇവിടെയാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ തുണി എന്തെങ്കിലും വച്ചിട്ട് ഇവിടെ പതുക്കെ പ്രസ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് റിലീസായി വരും കേട്ടോ. ഓക്കെ. നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. നമുക്ക്
നമുക്കിത് ലൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നില്ല. ചെയ്യുന്നതിന് മുമ്പ് സർവീസ് ചെയ്ത് വന്നതിന് ശേഷം ഇതുപോലെ 2 നെറ്റ് ഇളക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ചില ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ വണ്ടിയുടേതാ കണ്ടല്ലോ, നേരത്തെ നമ്മൾ കാണിച്ചത് താങ്കൾക്ക് കണ്ടല്ലോ. ഇപ്പോൾ അതോ ഇത് വളരെ ക്ലിയറായിട്ട് നല്ല നീറ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അതിനകത്തുള്ള ചെളി ബാക്കിയുള്ള കംപ്ലീറ്റ് ഡസ്റ്റും അത് പോയിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ നമുക്ക് തുടച്ചെടുക്കണം, നന്നായിട്ട് തുടച്ചെടുക്കണം. ഇങ്ങനെ തുടങ്ങി നമ്മുടെ മാരുതിയുടെ ജെനുവിൻ പാർട്സാണ്. ബ്രാക്ക് ഡൂമിൻ്റെ ലൈറ്റിൻ്റെ ആണ്. ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ജെനുവിൻ പാർട്സാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1300 സംതിങ് ആണ്, 1340 അങ്ങനെ റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് ഇതിൽ 3 ടൈപ്പ് വരും. 3 ടൈപ്പ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പറഞ്ഞു കൊടുക്കുക ഏതാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ മാറിപ്പോവും. കൃത്യമായിട്ട് അവരുടെ അടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഫോട്ടോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറിപ്പോവും. നമുക്കിതിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ ബൾബിനെയൊക്കെ ഒന്ന് നന്നായിട്ട് തുടയ്ക്കുക, ഹോൾഡറിനെയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രകാശം കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് നല്ല തുണി കൊണ്ട് തുടയ്ക്കുക, വൃത്തിയായിട്ടിരിക്കണം. ഇതിൻ്റെ ഹോൾഡറിൻ്റെ വയറ് വരുന്ന കണക്ഷൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വൃത്തിയായിട്ടിരിക്കും. കേട്ടോ? ഓക്കെ. നമുക്കകത്ത് ഇതിനെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ നോസ് പ്ലെയർ കൊണ്ട് നമ്മളിതിനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതിലോട്ട് സെറ്റാക്കാം. ആദ്യം നമ്മൾ ഈ ഡൂം എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഇൻഡിക്കേറ്ററാണ് ആദ്യം കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഇടുക, ഒരു വെട്ടിൻ്റെ ഒരു ഇതുണ്ട്, അതിട്ടിട്ട് നമ്മൾ നേരെ കറക്കി കൊടുത്താൽ മതി. ടക്കനൊരു സൗണ്ട് കേട്ടു കണ്ടു. രണ്ടാമത് ഇടുന്നത് നമുക്ക് ഈ ലൈറ്റാണ്, ബ്രാക്ക് ലൈറ്റാണ്. അതിൽ ഒരു 3 ഇൻഡിക്കേറ്ററിന് 3 വയറ് കാണും. നമ്മൾ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇതുപോലുള്ള പച്ച, അത് കഴിഞ്ഞിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക്. അതും നമുക്കിതുപോലെ തന്നെ ഇതിൽ ഈ വെട്ട് നമ്മൾ സൂക്ഷിച്ചോളണം. ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ വെട്ട് കണ്ട് ഈ ഹോളിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് വന്ന് കയറണം. 3 വെട്ട് വരും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇടാനുള്ളത്. ഇങ്ങനെ ഇടുക. 3 വെട്ടുണ്ട്. അതിനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ട് തിരിക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വീഴും. അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഇത് റിവേഴ്സാണ്. അതിലും റിവേഴ്സിനും അതുപോലെ തന്നെ 2 വെട്ടും പിന്നെ ഒരു ആരയുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പുറത്തിടുക. ഇങ്ങനെ ഇടുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തിരുക്കി കൊടുക്കും. ഇങ്ങനെ തിരുക്കി കൊടുത്താൽ അത് ഓക്കെയാണ്. നമ്മളിതിൽ വേറെ ഒന്നും ചെയ്യണില്ല. ആ വെട്ട് കണക്കായിട്ട് ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് തിരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓണാകും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ കൊടുത്തതിന് ശേഷം ഫിറ്റ് ചെയ്യുന്നതുമ്പോൾ നമുക്കിതൊന്ന് വർക്കാക്കി നോക്കണം. കറക്റ്റായിട്ട് തന്നെ അതിൽ ഉണ്ടെന്നുള്ളത് നമുക്കത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകേണ്ട സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിവിടെ വെച്ച് നോക്കാം. ഇത് നമ്മൾ ക്ലിപ്പ് പോലെ ഉണ്ട്. ഇതിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇത് തന്നെ ഇതിനകത്ത് വരും. ഈ വെട്ടുണ്ട്. ഈ വെട്ടിനകത്ത് ഇത് കറക്റ്റായിട്ട് കയറണം. ഇതിന് റബ്ബർ ഇതിനകത്ത് ആക്കി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആകും. ഇതിനകത്ത് കയറും കേട്ടോ. ശരി, നമുക്കിതിനെ ജസ്റ്റ് ഇതേപോലെ വച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഏതൊക്കെ രീതിയിലാണ് കത്തുന്നതെന്നുള്ളത് നോക്കാം. ഇൻഡിക്കേറ്റർ ഉണ്ടോ റിവേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഫിറ്റ് ചെയ്യാവൂ. ഉള്ളതെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ കത്തും, ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് റിവേഴ്സും കത്തും. ഓക്കെ എന്നാ നമുക്കതും കൂടെ കൺഫേം ചെയ്യാം. ബ്രേക്ക് ലൈറ്റ് ഓക്കെയാണ്, ഇൻഡിക്കേറ്റർ ഓക്കെയാണ്, ഇൻഡിക്കേറ്റർ ഓക്കെയാണ്, റിവേഴ്സ് ഇടുമ്പോൾ അതും പറയണം. റിവേഴ്സ് ലൈറ്റ് ഓക്കെയാണ്, റിവേഴ്സ് ലൈറ്റ് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ലൈറ്റുകളെല്ലാം ഓക്കെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബീഡിങ് കറക്റ്റായിട്ട് ഇതിൽ സൂട്ടായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് കറക്റ്റായിട്ട് കയറണം. കയറിയില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇളവി വരാൻ സാധ്യതയുണ്ട്. ഇത് ലേശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇത് കയറും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പിന്ന് ഇതിലാണ് കയറാനുള്ളത്. ഈ ഒരു പിന്ന് ഇതിലാണ് കയറാനുള്ളത്. ഈ ഒരു പിന്ന് ഈ പിന്ന് ഇതിലുമാണ് കയറാനുള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കി നമുക്ക് ഇതിനകത്ത് കയറ്റുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ
ഇത് കയറി ഇത് പൊയ്ക്കോളൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. എന്നിട്ട് നമുക്ക് 10-ൻ്റെ 2 ബോൾട്ടും ഇട്ട് ഇതിനെ അങ്ങ് മുറുക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാരുതി സ്വിഫ്റ്റിൻ്റെ വീഡിയോകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. സ്വിഫ്റ്റ് കാറും മറ്റുള്ള വണ്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോകളായിട്ട് നമ്മൾ ഇനി വരുന്നത് വരെ ഓക്കെ ബൈ.